ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച അഴിമതി ലവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഏറ്റവും ആദർശ ശുദ്ധിയുള്ള കർമ്മനിരതനായ നേതാവായിരുന്നു ജി സുധാകരനെ എതിരെ നടപടിയെടുത്തു അല്ലെ. പിന്നെ ആർക്കൊക്കെ ഗൗരിയമ്മക്കെതിരെ, എം വി രാഘവനെതിരെ, ചാത്തുണ്ണി മാഷിക്കെതിരെ എത്ര നേതാക്കൾ, EMS-നെതിരെ പോലും നടപടിയെടുത്ത പാർട്ടിയാണ് കേട്ടോ. ഈ പാർട്ടിക്ക് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പേടി. അവിടെയാണ് പ്രശ്നം അന്തംഗമ്മികളെ, അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല? ഇലക്ഷനിലേക്ക് പോകാൻ ഇനി ആകെ 2.5-3 ആഴ്ചയെ ബാക്കിയുള്ളൂ. 3 ആഴ്ച ബാക്കി നിൽക്കെ കേരളത്തിലെ മുഴുവൻ ആളുകളും CPM എന്ന് പറയുന്നത് അമ്പല കള്ളന്മാരുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് മനസ്സിൽ വിശ്വസിക്കുന്ന കേരളീയരുടെ മുന്നിൽ രക്ഷപ്പെടാൻ പാർട്ടിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: പത്മകുമാറിനെ പുറത്താക്കണം. പത്മകുമാറിനെ എന്ത് ചെയ്യണമെന്നറിയോ? ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണം. ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും പത്മകുമാറിനെ പുറത്താക്കാൻ CPM-ന് എന്താണ് ഇത്ര വിഷമം? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പുറത്താക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഗോവിന്ദൻ പറയാണ് ഞങ്ങളിതാ പത്മകുമാർ സംശയത്തിന്റെ നിഴലാണ്, ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഇവർ പറയണ്ട. അതൊക്കെ കുറ്റപത്രം വരട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ പോകട്ടെ, കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു സംശയത്തിന്റെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളിതാ പത്മകുമാറിനെ അദ്ദേഹത്തിന്റെ ഈ ജില്ലയിലെ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗം ഞങ്ങളിതാ റദ്ദ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇത് പറയാൻ CPM-ന് ഒരു പ്രശ്നമില്ലാതെ CPM-ന് പറയേണ്ടതാണ്. പക്ഷേ അവർ പറയുന്നില്ല. ഇത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് എങ്ങനെയെങ്കിലും ഇവർക്കൊന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവരുടെ മുന്നിലുള്ള ഏക വഴി പത്മകുമാറിനെ തള്ളിപ്പറയുക എന്നുള്ളതാണ്. പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യം CPM-നോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈകാരിക ബന്ധം ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സഖാക്കൾ പോലും വോട്ട് ചെയ്യില്ല എന്ന്. ഈ പറഞ്ഞ അമ്പലക്കള്ളന്മാരെ, അമ്പലം വിഴുങ്ങികളെ സംരക്ഷിക്കുന്ന പാർട്ടിക്ക് ഏത് സഖാവാണ്? ഏത് നല്ല സഖാവാണ്? അങ്ങനെ ഞാൻ പറയട്ടെ, പിണറായി വിജയന്റെ അമേദ്യം തിന്നുന്ന അടിമകളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതല്ലാത്ത ഏത് CPM-ൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് വോട്ട് ചെയ്യുക? കാരണം ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വർണം മോഷ്ടിക്കാൻ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത, അതിൽ എത്രമാത്രം പങ്കുപറ്റിയെന്നൊന്നും നമുക്ക് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ പത്മകുമാർ വളരെ പ്രകടമായി ഈ കൊള്ളക്ക് കൂട്ടുനിന്നു എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പത്മകുമാറിനെ തള്ളിപ്പറയാത്ത, അങ്ങനെയുള്ള പത്മകുമാറിനെ ഒഴിവാക്കാത്ത, അങ്ങനെയുള്ള പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്ത പാർട്ടിക്ക് ഏത് നല്ല കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യും? ആരും വോട്ട് ചെയ്യില്ല. ഇത് പാർട്ടിക്കറിയാം. ഈ EMS-നെതിരെ നടപടിയെടുത്ത, VS അച്യുതാനന്ദനെതിരെ നടപടിയെടുത്ത, ഗൗരിയമ്മയെ പുറത്താക്കിയ, MV രാഘവനെ പുറത്താക്കിയ, ചാത്തുണ്ണി മാഷെ പുറത്താക്കിയ, ഇങ്ങനെയുള്ള ഏറ്റവും വലിയ നേതാക്കളെ മുഴുവൻ നടപടിയെടുത്ത CPM-നെ പത്മകുമാറിനെ തൊടാൻ പേടി. ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പോലും പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ ഇത് പാർട്ടിക്ക് ദോഷകരമാണ്. പാർട്ടി പരാജയത്തിലേക്ക് നീങ്ങുമെന്നൊക്കെ അറിയാവുന്ന CPM പത്മകുമാറിനെ തൊടുന്നില്ല. കാരണം ഒന്നേയുള്ളൂ. കാരണം എന്താണെന്നറിയോ? പത്മകുമാർ വായ തുറന്നാൽ ഇപ്പതാ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. ഇന്ന് മുതൽ കസ്റ്റഡിയിൽ വാങ്ങുകയാണ്, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്മകുമാർ വായ തുറന്നാൽ, പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ, പത്മകുമാറിനെ ഒറ്റപ്പെടുത്തിയാൽ, പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ പത്മകുമാർ വായ തുറക്കും. പത്മകുമാർ വായ തുറന്നാൽ കടകംപള്ളി കുടുങ്ങും, കാരണഭൂതം കുടുങ്ങും. എന്താ സംശയം? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പത്മകുമാറിന് ഒറ്റക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഇത് കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ അങ്ങനെയൊക്കെ നടക്കുമായിരുന്നിരിക്കാം. കാരണം കോൺഗ്രസിന്റെ ഒരു സംഘടന ദൗർബല്യമൊക്കെ നമുക്ക് അറിയാമല്ലോ. പക്ഷേ CPM അങ്ങനെയല്ല. ഒരു ചെറിയ കരിയില അനങ്ങിയാൽ, ചെറിയൊരു കാറ്റ് വീശിയാൽ, കണ്ണിമയൊന്നനങ്ങിയാൽ CPM അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ അടിച്ചു മാറ്റിയത് കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ. ഇത് കാരണഭൂതം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമുക്ക് സൗകര്യമില്ല. ഇത് കാരണഭൂതം അറിഞ്ഞിട്ടുണ്ട്, ഇത് കടകംപള്ളി അറിഞ്ഞിട്ടുണ്ട്, CPM-ലെ സമുന്നതരായ നേതാക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പങ്കും ഇവർ പറ്റിയിട്ടുണ്ടാവാം. ആ പേടി കൊണ്ട് പത്മകുമാർ വായ തുറക്കും. പത്മകുമാർ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുന്നുള്ള ഒരു പേടി, ആ ഒറ്റ പേടി കൊണ്ടാണ്, കാരണഭൂതത്തെ സംരക്ഷിക്കാനാണ്, കടകംപള്ളിയെ സംരക്ഷിക്കാനാണ് നമ്മുടെ അപ്പം ഗോവിന്ദൻ ഈ കള്ളത്തരം പറയുന്നത് കേട്ടോ.
ഈ കള്ളത്തരമല്ല ഈ ഗോവിന്ദൻ ഈ ഒരു നിലപാട് സ്വീകരിച്ചത്. അതായത് തൽക്കാലം ഞങ്ങൾ ഈ പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല, ഏതുവരെ കാത്തിരിക്കും, ഞങ്ങൾ കുറ്റപത്രം വരുന്നവരെ കാത്തിരിക്കുമെന്ന് ഗോവിന്ദൻ പറയാൻ കാരണം പാർട്ടി തോറ്റാലും, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റാലും, അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റാലും ഞങ്ങളുടെ കാർഡുഭൂതം സംരക്ഷിക്കപ്പെടണം, ഞങ്ങളുടെ മന്ത്രിമാർ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന ദുഷ്ടലാക്കാണ് കൂട്ടരെ ഇതിന് പിന്നിൽ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഈ ആദ്യത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് മുന്നിൽ തെളിവുകളുണ്ട്. കള്ളൻ കപ്പലിൽ തന്നെ കപ്പിത്താൻ, ഞങ്ങളുടെ കപ്പിത്താൻ അറിയാലോ, കപ്പൽ എന്താ പറയാ, ഇളകുകയില്ല സാർ, ചരിയുകയില്ല സാർ, മുങ്ങുകയില്ല സാർ എന്നൊക്കെ പറഞ്ഞ വീണ ജോർജിന് അറിയാം. വീണ ജോർജ് പോലെ ഇവിടുത്തെ ഓരോ നേതാവിനും അറിയാം ഇതിന്റെ പങ്ക് ആർക്കൊക്കെ ചെന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ തുറന്നു പറയാനുള്ള ആംബിയർ ഇല്ല ആർക്കും. കാത്തിരുന്ന് കാണാം സഖാക്കളെ, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളത്. അടുത്ത മാസം 13-ാം തീയതി ഡിസംബർ 13-ന് നിങ്ങൾ ഞെട്ടിത്തെറിക്കും. കാരണം അന്ന് ജനങ്ങളുടെ വിധി പുറത്തു വരും. കാരണഭൂതത്തിനെതിരായ, ഇത്തരത്തിലുള്ള കൊള്ളക്കെതിരായ വിധി ജനങ്ങൾ പറയും കേട്ടോ, ജനങ്ങൾ പറയും. കോടതി വിധി പറയുന്നതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾ വിധി പറയും. ഈ അമ്പലം വിഴുങ്ങിയവർക്കെതിരായ വിധി 13-ന് ജനങ്ങൾ പറയും. അതുവരെ കാത്തിരിക്കുക കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ദേശാഭിമാനി പത്രത്തിൽ നിന്ന് തുടങ്ങാം. ദേശാഭിമാനിയുടെ പ്രധാന തലക്കെട്ട് എന്ന് പറയുന്നത് അടിപതറി UDF എന്നാണ്. അടിപതറി UDF അടിപതറി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അടിപതറിയത് LDF-നാണ് എന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അറിയാത്തത് സഖാക്കൾക്ക് മാത്രമാണ്. ഇവരിങ്ങനെ അടിപതറി UDF. എന്തൊക്കെയാണ് UDF അടിപതറാനുള്ള കാരണം എന്നറിയോ? വിമതപ്പട. LDF-ന് വിമതപ്പട ഇല്ല കേട്ടോ, LDF-ല് വിമതപ്പട ഇല്ല. വർഗീയ ബന്ധം ആർക്കാണ് കൂടുതൽ എന്ന് കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കും അറിയാം. അത് LDF-നാണ്. മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട് ഇപ്പൊ എന്താ സംഭവം? അതായത് മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ലൈംഗിക ആരോപണം 8 നിലയിൽ ഇന്നലെ തന്നെ പൊട്ടിക്കഴിഞ്ഞു. ഒരു പ്രാവശ്യം ചക്ക വീണപ്പം മുയൽ ചത്തു എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രാവശ്യവും ചക്ക അങ്ങനെ വീഴ്ത്തിയാൽ മുയൽ ചാകില്ല. അതുവരെ അന്തംഗമികൾക്ക് അറിയില്ല. ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് എന്താണെന്നറിയോ? അതായത് CPM ഒരു പ്രത്യേക സൈബർ സെല്ലിനെ രൂപീകരിച്ചിട്ടുണ്ട്. അത്രേ പ്രത്യേക സൈബർ സെൽ എന്ന് പറഞ്ഞാൽ അതിവിപുലമായ ഒരു സൈബർ സെല്ലാണ് കേട്ടോ. തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ കുറെ സൈബർ വിദഗ്ധരെ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരെ അണിചേർത്തിക്കൊണ്ട് അവർ ഒരു രഹസ്യ സൈബർ സെല്ലിന് രൂപം നൽകിയിരിക്കുന്നു. ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക, ഈ ലൈംഗിക ആരോപണങ്ങൾ, വ്യാജ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാക്കുക, അത് പ്രചരിപ്പിക്കുക. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു രണ്ടാമതും ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടിയുടെ ഈ സംഭാഷണങ്ങൾ പെൺകുട്ടിയുടെ സംഭാഷണങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അത് പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ സൈബർ സംഘമാണ് അത്രേ. അത് എനിക്ക് കിട്ടിയ ഒരു ലഭ്യമായ റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 4 കോടിയോളം രൂപ പ്രാഥമിക ഘട്ടത്തിൽ ഈ സൈബർ സംഘങ്ങൾക്ക് നൽകിയിട്ടുണ്ട് CPM എന്നാണ് പറയുന്നത്. CPM-ന് പിന്നെ പൈസക്ക് പഞ്ഞൊന്നുമില്ലല്ലോ, പൈസക്കൊരു പഞ്ഞവുമില്ല. കാരണം അയ്യപ്പനെ മോഷ്ടിച്ച പണം അയ്യപ്പന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കവർന്നെടുത്ത, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ എന്താ പറയാ വിൽപ്പന നടത്തിയ, അങ്ങനെ അമ്പലക്കള്ളന്മാരുടെ പാർട്ടിയാണല്ലോ. അമ്പലക്കള്ളന്മാരുടെ പാർട്ടി ആകുമ്പോൾ പിന്നെ പൈസക്ക് പ്രശ്നമൊന്നുമില്ല, പൈസ ഇഷ്ടം പോലെ പ്രശ്നമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വാരി കോരി കൊടുക്കുകയാണ്. കാരണം CPM-ന് അറിയാം ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഇവർക്ക് കിട്ടിയ മേധാവിത്വം തകർന്നാൽ അതിന്റെ അർത്ഥം അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇല്ലാതാകും. CPM-ന് കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സൂചന. നമുക്ക് ഏതിൽ നിന്ന് കിട്ടും? ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടും. അപ്പൊ എങ്ങനെയെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് CPM-ന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. ഏറ്റവും ശ്രദ്ധിക്കണേ, നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. മനസ്സിലാവാത്ത എന്നുള്ളത് ഇൻവെർട്ടർ കോമയിലാണ്. അതായത് നമ്മുടെ പത്മകുമാറിനെ
പത്മകുമാറിനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് അല്ലേ? ഈ പത്മകുമാർ ആരാണ്? പത്മകുമാർ CPM-ന്റെ അനിഷേധ്യ നേതാവാണ് അല്ലെ? CPM-ന്റെ ഏറ്റവും വലിയ നേതാവാണ്. പത്തനംതിട്ട ജില്ലയിൽ പത്മകുമാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാർ. പത്തനംതിട്ട ജില്ലയിൽ പിണറായി വിജയന്റെ 1-ാം നമ്പർ ഗുണ്ടയാണ് ഈ പത്മകുമാർ എന്ന് പറയുന്നത്. ഇയാള് മുൻ MLA ആയിരുന്നു. ശരിക്കും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ പ്രതിരൂപമാണ് പത്മകുമാർ കേട്ടോ. ഈ പത്മകുമാറിനെ സ്വർണ്ണക്കൊള്ള നടത്തിയതിന്, അമ്പലക്കൊള്ള നടത്തിയതിന്, അമ്പലം വിഴുങ്ങിയതിന് ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം ഇയാള് അമ്പലക്കൊള്ള നടത്തിയ 1-ാം നമ്പർ തിരുടനാണ് എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ആ രീതിയിലുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നു കേട്ടോ. ഇയാളെ ഇതുവരെ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല. പാർട്ടി ഇയാളെ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇന്നലെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞെന്താണെന്നറിയോ? ഇത് വരട്ടെ കുറ്റപത്രം കൊടുക്കട്ടെ എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞത്. കുറ്റപത്രം കൊടുത്തിട്ട് ഞങ്ങൾ തീരുമാനിക്കാമെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. നേരത്തെ ഗോവിന്ദൻ പറഞ്ഞത് ഇത് പകുതി വന്നിട്ടേ ഉള്ളൂ, മുഴുവൻ വേവട്ടെ, ആറട്ടെ എന്നൊക്കെയാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേസ് മുന്നോട്ട് പോകട്ടെ, അത് കോടതിയിലെത്തട്ടെ, എന്നിട്ട് കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കട്ടെ. കോടതികൾ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് കോടതികളുണ്ട്. ഈ കോടതി പോയാൽ പിന്നെ അടുത്ത കോടതി, അതിന്റെ മേലെ കോടതി, അങ്ങനെ പരമോന്നത നീതിപീഠത്തിലെത്തി. പരമോന്നത നീതിപീഠം പത്മകുമാർ എന്ന് പറഞ്ഞ ഈ മുതല്, ഈ പറഞ്ഞ വൻ കൊള്ളക്കാരൻ വൻ തിരുടൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് കുറ്റം ചെയ്തു എന്ന് ആര് പറയട്ടെ? സുപ്രീം കോടതി പറയട്ടെ, വലിയ കോടതി പറയട്ടെ, എന്നാ ഞങ്ങൾ നടപടി എടുക്കാന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ഷനിലേക്ക് പോവുക. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ഇലക്ഷനിലേക്ക് ജീവൻ മരണ പോരാട്ടമാണ് കേട്ടോ അല്ലെ? കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് നിക്കണോ പോണോ എന്നുള്ളതിന് ഉത്തരം കിട്ടേണ്ടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം മുന്നൊന്നും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം വിജയിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. വിജയിക്കില്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ വിജയിക്കേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത്, ഈ പത്മകുമാറിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ, പത്മകുമാർ എന്ന് പറയുന്നത് CPM-ന്റെ പത്തനംതിട്ടയിലെ കരുത്തരായ നേതാവാണ്, CPM-ന്റെ ഗുണ്ടയാണ്, പിണറായി വിജയന്റെ സ്വന്തം ആളാണ്. നേരത്തെ VS-ന്റെ കാലത്ത് VS പക്ഷത്തായിരുന്ന പത്തനംതിട്ട ജില്ലയെ മുഴുവനും പിണറായി വിജയന്റെ കാൽക്കൽ അടിയറ വെച്ച ആളാണ് കേട്ടോ ഈ പത്മകുമാർ. പക്ഷേ എന്തൊക്കെയാവട്ടെ, കേരളത്തിലെ മൊത്തം CPM നേതാക്കളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പത്മകുമാർ എന്ന് പറയുന്നത് അത്ര ഉയരത്തിലുള്ള ആളല്ല. കേരളത്തിൽ അല്ലെങ്കിൽ CPM-ന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പത്മകുമാറിനേക്കാൾ വലിയ ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ് CPM. പത്മകുമാർ എന്ന് പറയുന്നത് അത്ര വലിയ പ്രധാനപ്പെട്ട നേതാവാണ് എങ്കിലും ഏറ്റവും വലിയ പിണറായി വിജയനോളം തലപ്പൊക്കത്തിലുള്ള നേതാവൊന്നും അല്ല പത്മകുമാർ കേട്ടോ. നമുക്കറിയാലോ എത്രയൊക്കെ വലിയ നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്, പാർട്ടിയിൽ നിന്ന് നടപടി ഏറ്റുവാങ്ങിയവരാണ് അല്ലേ? ഈ സമീപകാല ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സുധാകരൻ അല്ലേ, നമ്മുടെ സമീപകാലത്ത്, അല്ലെങ്കിൽ ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണത്തിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച അഴിമതി ലവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഏറ്റവും ആദർശ ശുദ്ധിയുള്ള കർമ്മനിരതനായ നേതാവായിരുന്നു സുധാകരനെ എതിരെ നടപടിയെടുത്തു അല്ലെ? പിന്നെ ആർക്കൊക്കെ, ഗൗരിയമ്മക്കെതിരെ, MV രാഘവനെതിരെ, ചാത്തോണി മാഷിക്കെതിരെ, എത്ര നേതാക്കൾ, EMS-നെതിരെ പോലും നടപടിയെടുത്ത പാർട്ടിയാണ് കേട്ടോ. ഈ പാർട്ടിക്ക് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പേടി. അവിടെയാണ് പ്രശ്നം, അന്തംഗമ്മികളെ, അവിടെയാണ് പ്രശ്നം.